അന്ന് പായസത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞില്ലേ? പൊങ്കാല പായസത്തിൽ വിഷമുണ്ടെന്ന് കൊച്ചെങ്ങനെ അറിഞ്ഞത്? അതിൽ വിഷമുണ്ടെന്ന് അങ്കിളിന് അറിയായിരുന്നോ? പറ അങ്കിളെ. ആ പായസത്തിൽ വിഷമുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ഞാനെങ്ങനെ അറിയാ? എനിക്കും അറിയില്ലായിരുന്നു. മോളല്ലേ പറഞ്ഞത് അതിൽ വിഷമുണ്ടെന്ന്? ഞാനല്ല, തിരുമേനിയല്ലേ അങ്ങനെ പറഞ്ഞത്. തിരുമേനിയോട് ഭദ്രകാളി പറഞ്ഞു കാണും വിഷമുണ്ടെന്ന്. ആ തിരുമേനി പറഞ്ഞതേ ഞാനും പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. ഈ കൊച്ചെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചില നേരത്ത് ഇവളിങ്ങനെ വാലും തലയില്ലാതെ സംസാരിക്കും. മോളെ പോയേ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെല്ലേ ചെല്ലേ. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കേ, എന്നാ ഞാൻ പോവാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ അത് ദേവി തൽക്കാലത്തേക്കേ ദോഷം എത്രയും മതി. ഇനിയിപ്പോ കഴിക്കാൻ അനുവും ബാലമാമയും പരമേശ്വരങ്ങളും ശ്രേയയും അരവിന്ദേട്ടനും നമ്മൾ മാത്രമേ ഉള്ളൂ. അതിനിത് തികയും. ഇങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ ആഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ചേച്ചി? തികയാതെ വന്ന് എന്ത് ചെയ്യും? തികയാതെ വന്നാൽ കുഴപ്പമൊന്നുമില്ല, ദോഷമാവരിപ്പുണ്ട്, വീണ്ടും ഉണ്ടാക്കാമല്ലോ. ഓ, അധികം വന്നാലല്ലേ കുഴപ്പമുള്ളൂ. വെറുതെ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയേണ്ടി വരില്ല. സമയത്തിന് ആവശ്യാനുസരണം ഉണ്ടാക്കിയാൽ വേസ്റ്റ് ആയില്ല. എന്താ? അല്ല, അനു ഇതുവരെ കഴിക്കാൻ വന്നില്ലല്ലോ. അവൾക്കിന്ന് കോളേജിൽ പോണ്ടേ? ഇനിയിപ്പോ പോവാൻ സമയമാകുമ്പോ ഓടിപ്പിടിച്ചങ്ങോട്ടേക്ക് വരും. കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. ഇരിക്കുന്ന കണ്ടില്ലേ, ഒന്നും കഴിക്കില്ലെന്നേ. ഒരാഴ്ചക്കുള്ള ഭക്ഷണം മുഴുവൻ ഒറ്റയടിക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുള്ള കാലത്താണ് ചേച്ചി സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ലോകാത്ഭുതമാണ് ചാരു ചേച്ചി. ലോകാത്ഭുതങ്ങളൊന്നും അല്ലെങ്കിലും എനിക്ക് ചില ശീലങ്ങളുണ്ട്. നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി രാവിലെ എല്ലാവർക്കും കൊടുത്ത് കഴിക്കുമ്പോഴാ ഒന്ന് ഫ്രഷ് ആവുന്നേ. മറ്റുള്ളവരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോ എന്റെ മനസ്സ് നിറയും, ഒരു ഉന്മേഷവും കിട്ടും. മേഡത്തിന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ജോഗിങ്ങിന് പോവാൻ മേഡത്തിനോട് ഞാനും ഉണ്ട്. ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഒരു റൂട്ട് കണ്ടുപിടിച്ച് തനിച്ചങ്ങ് പൊക്കോണം, എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, ഇവിടെ വെച്ചോ മോളെ. ചാരു ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. അതെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ചേച്ചി, ഞാൻ പോവാണേ. ഏയ്, നിക്ക് നിക്ക് നിക്ക്. അനു, നിക്കടി അവിടെ. നിന്റെ സ്ഥിര ഏർപ്പാടായത്. സമയമാവുന്നവരെ താങ്ങിയും തൂങ്ങി നിൽക്കും, എന്നിട്ട് പച്ചവെള്ളം കുടിക്കാതെ ഒരു പോക്ക്. ഇരിക്കടി അവിടെ. ഇന്ന് കഴിച്ചിട്ട് പോയാ മതി നീ. ചേച്ചി, സമയം പോയി, ഞാൻ കോളേജിലെ ക്യാൻറ്റീനിൽ. ഇരിക്കടി അവിടെ, അവിടെ ഇരിക്കേ. അവിടുത്തെ വൃത്തിയായിട്ട ഭക്ഷണം നീ അങ്ങനെ കഴിക്കണ്ട. ഞാനിപ്പോ എടുത്തിട്ട് തരാം, നീ ഇവിടെ ഇരിക്കണം. ചേച്ചി, ആന്റി, അശ്വതി ചേച്ചി. അല്ല, മേഡം ഇതുവരെ ഫ്രഷ് ആവാൻ പോയില്ലേ? കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് നേരെ എത്രയെന്ന് അറിയോ? എന്നെ ഇവിടെ നിർത്തിയേക്ക. എന്താ മോളെ, മോൾ എന്നെ വിളിച്ചായിരുന്നോ? മേഡം കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് നേരെ എത്രയെന്ന് അറിയോ? ശ്രേയ, വെള്ളം എപ്പ എടുത്തരാവേ? എടി, മനുഷ്യൻ വെള്ളം ചോദിക്കുന്നത് ദാഹിക്കുമ്പോ കുടിക്കാനാ, അല്ല നിനക്ക് തോന്നുമ്പോ എടുത്തു കൊടുക്കാനല്ല. ഞാൻ അനുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കല്ലേ, ഇവൾക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ. ശ്രേയയുടെ ഓഫീസിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇവളുടെ കോളേജ്. വെറുതെ വഴക്കുണ്ടാക്കണ്ട, വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാം. വെള്ളം ഞാൻ കൊണ്ട് കൊടുക്കാൻ ചേച്ചി. അതെ അഞ്ജനെ, ഇവളുടെ അസിസ്റ്റന്റ് ആയിട്ട് അടുക്കളയിൽ അങ്ങ് കൂടിയോ? സത്യത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഇല്ലാതില്ല. പക്ഷെ അസിസ്റ്റന്റ് ആക്കാനൊന്നും ചാരു ചേച്ചി സമ്മതിക്കത്തില്ല, അതാ പ്രശ്നം. ദയച്ചി വെള്ളം കുടിക്ക്.
ഇനി വേണോ ചേച്ചി? വേണ്ട, കൊണ്ടുപോ. അമ്മേ, ഇന്ന് ഞാനും മേഡത്തിനൊപ്പം ജോഗിങ്ങിന് പോയായിരുന്നു. ഞങ്ങളിന്ന് എവിടെ പോയെന്നറിയോ? കഴിക്ക്. നമ്മുടെ തെങ്ങിൻ തൊപ്പിലും ഫാമിലിയും ഒക്കെ. ആഹാ, അതുകൊള്ളാലോ. അവിടെയൊക്കെ കണ്ടോ മോളെ? ഇഷ്ടായോ? ഇഷ്ടമായോന്നോ? വലിയ ഇഷ്ടമായില്ലേ? വേറൊരു പ്ലാനും ഉണ്ടോ മേഡത്തിന്റെ മനസ്സിൽ? എന്ത് പ്ലാൻ? കായലിനോട് ചേർന്ന് തെങ്ങിൻ തോപ്പിൽ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ്.